ഗവൺമെൻറ്റിൻ്റേത് എന്തൊരു നിരുത്തരവാദിത്വം വരാൻ സമയം രക്ഷാപ്രവർത്തനം നടത്തേണ്ട സ്ഥലത്ത് അത് ചെയ്യാതെ അവിടെ നിന്ന് പ്രസംഗിക്കുകയാണ് ആരോഗ്യവകുപ്പിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുകയാണ്. അവിടെ ഒന്നും ചെയ്യാതെ അവർ വന്ന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞതാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം പോലും നടത്താൻ പറ്റാത്തതിൻ്റെ കാരണം. ശ്രീ ചാണ്ടി ഉമ്മൻ MLA വന്ന് ബഹളം ഉണ്ടാക്കിയതിന് ശേഷം മാത്രമാണ് അവിടെ ഒരു രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. അപ്പോഴേക്ക് 2 മണിക്കൂർ അവിടെ കഴിഞ്ഞു പോയിരുന്നു. ഈ ഗവൺമെൻറ്റിന് ഉത്തരവാദിത്വമുണ്ട്. എന്നിട്ട് ഈ ഗവൺമെൻറ്റിൽപ്പെട്ട ഒരാൾ പോലും ആ കുടുംബത്തിലൊരാളെ വിളിച്ചിട്ടില്ല. ഇതുവരെ ഒരാളെ വിളിച്ചൊന്നും ആശ്വസിപ്പിച്ചിട്ടില്ല, ഒന്ന് കണ്ടിട്ടില്ല. അവരെ ഒരു നഷ്ടപരിഹാരം ആ കുടുംബത്തിന് നഷ്ടപരിഹാരം ആ അമ്മയല്ലേ ആ കുടുംബം നടത്തിക്കൊണ്ടു പോകുന്നത്. മകൾക്ക് സർജറിയാണ്, വളരെ ഗുരുതരമായ ഒരു അസുഖവുമായി വന്നിട്ട് അതിന് സർജറിയാണ്. മകൻ ആദ്യത്തെ ശമ്പളം വാങ്ങിച്ച് അമ്മയ്ക്ക് കൊടുക്കാൻ വന്ന ദിവസമാണ്. വളരെ പാവപ്പെട്ട വീട് പണി പൂർത്തിയാക്കാത്തൊരു കുടുംബമാണ്. അവർക്ക് 25 ലക്ഷം രൂപ മിനിമം നഷ്ടപരിഹാരം ആ കുടുംബത്തിന് കൊടുക്കണം. ആ കുട്ടിയുടെ ചികിത്സ സർക്കാർ ഏറ്റെടുക്കണം. ആ കുടുംബത്തിൽ നിന്നൊരാൾക്കൊരു ജോലി കൊടുക്കാൻ സർക്കാർ തയ്യാറാകണം. ഇങ്ങനെയാണ് അതാണ് ആശ്വസിപ്പിക്കാൻ പറ്റുന്നത്. ആരോഗ്യമന്ത്രി ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യമല്ല. അവർ ഈ ആരോഗ്യ കേരളത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ ആരോഗ്യ കേരളത്തെ അവർ വെന്റിലേറ്ററിലാക്കി. അവരുടെ PR പ്രൊപ്പഗാൻഡ മാത്രമാണ് ഉള്ളത്. കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും ഇത് തന്നെയാണ് സ്ഥിതി. മരുന്നില്ല, നൂലില്ല, പഞ്ഞി പോലും. കോടിക്കണക്കിന് രൂപയാണ് മരുന്ന് സപ്ലൈ, പരമാവധി മരുന്നുകൾ സപ്ലൈ നിർത്തിവെച്ചിരിക്കുകയാണ്. പാവപ്പെട്ടവൻ സർക്കാർ ആശുപത്രിയിൽ പോകുമ്പോൾ പുറത്തേക്ക് മരുന്ന് എഴുതി കൊടുക്കുന്നത് എവിടുത്തെ ഏർപ്പാടാണ്? പിന്നെ എന്തിനാണ് സർക്കാർ ആശുപത്രി? സർക്കാർ ആശുപത്രിയിലേക്ക് ഓപ്പറേഷന് പോകണമെങ്കിൽ സർജിക്കൽ എക്യുപ്മെൻസും പഞ്ഞിയും നൂലും തുന്നാനുള്ള നൂലും സൂചിയും മേടിച്ചുകൊണ്ട് പോകണം എന്ന് പറയുന്നത് എന്ത് പരിതാപകരമായ സ്ഥിതിയാണ്. ഇതെല്ലായിടത്തും ആവർത്തിക്കുകയാണ്. അവർ റിപ്പോർട്ട് തേടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നാൾ പറഞ്ഞു, അവർക്ക് കിട്ടുന്ന റിപ്പോർട്ട് എല്ലാം കൂടി ഒന്ന് കമ്പൈൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 5-8 വോള്യം വേണ്ടി വരും. അത്രമാത്രം പ്രശ്നങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഈ വാചകവടിയല്ലാതെ PR പ്രൊപ്പഗാൻഡ അല്ലാതെ ആരോഗ്യരംഗം എല്ലാ പകർച്ചവ്യാധികളും കേരളത്തിലുണ്ട്. ഞങ്ങളിതെല്ലാം കഴിഞ്ഞ വർഷവും ഈ വർഷവും നിരന്തരമായി നിയമസഭയിൽ പറയുന്നതാണ്. കേരളത്തിലെ മരണനിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. പകർച്ചവ്യാധികൾ, ലോകത്തുള്ള എല്ലാ പകർച്ചവ്യാധികളും കേരളത്തിലുണ്ട്. ഇതിനെക്കുറിച്ച് പഠിക്കാനോ ഇതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യാനോ ഒന്നും അവർ തയ്യാറാവുന്നില്ല. അവർക്ക് ഓരോരുത്തർ പറയുന്നത് PR ഏജൻസി പറയുന്നത് ഏറ്റുപറയുക എന്നതിൻ്റെ അപ്പുറം ഒരു ഗവേണൻസ് എന്ന് പറയുന്നതില്ല. ഞാൻ എപ്പോഴും പറയും, ഒരു സർക്കാരില്ലായ്മ ഫീൽ ചെയ്യാൻ. സർക്കാരില്ലായ്മ അതിൻ്റെ ഏറ്റവും അന്ത്യവുമായ ഒരു ഇതാണ് ഇവിടെ ഇപ്പോൾ കണ്ടത്. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ കണ്ടതൊന്ന്, ഇവിടെ കണ്ടതൊന്ന്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ ആശുപത്രികളുടെയും സ്ഥിതി ഇതാണ്. ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ടതല്ലേ? ഇത് കംപ്ലീറ്റ് ആയിട്ട് നേരത്തെ ചെയ്യേണ്ടതല്ലേ? പിന്നെ എന്താണ് അവരുടെ ജോലി? എന്താണ് അവർ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന എക്യുപ്മെൻറ്റ്സ്? ഇപ്പോൾ കുറേ സാധനങ്ങൾ ഇല്ലയെന്നല്ലേ പറയണേ. ഇനി കുറേ സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ആവശ്യമുള്ളതാണെന്നൊന്ന് അന്വേഷിക്കണം. കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ബൾക്കായിട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ആവശ്യമില്ലാത്ത പല സാധനങ്ങളും വന്ന് ഡംപ് ചെയ്യുക. അതിൻ്റെയൊക്കെ പുറകിൽ അറിയാമല്ലോ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് വിതരണം നടത്തിയ ആളുകളാണ് ഇവർ. അതായത് സർക്കാർ ആശുപത്രിയിൽ പാവപ്പെട്ട കുട്ടികൾക്കും പ്രായമുള്ളവർക്കും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് വിതരണം നടത്തിയ ആളുകളാണ്. അപ്പോൾ ഒരു കാര്യത്തിലും ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു സർക്കാരില്ലായ്മ രംഗത്ത് ഫീൽ ചെയ്യുന്നു. കോൺഗ്രസും UDFും തീർച്ചയായിട്ടും സമരവുമായി മുന്നോട്ട് പോകും. ആരോഗ്യ വകുപ്പ് മന്ത്രി രാജിവെച്ച് പുറത്തു പോകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഡിമാൻഡ്.